സമഗ്ര പ്ലസിൽ എങ്ങനെ ടീച്ചിങ് പ്ലാൻ ചെയ്യാം എന്ന് നോക്കാം. ആദ്യം സമഗ്ര പ്ലസിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസിൽ ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന മീഡിയം, ക്ലാസ് എന്നിവ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ സെലക്ട് ചെയ്യുക. സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലാൻ ടൈപ്പിൽ ക്രിയേറ്റ് എ പ്ലാൻ യൂസിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പിക് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ് ടു ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നാണ്, അത് സെലക്ട് ചെയ്യുക. താഴെ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, ഡിവിഷൻ സെലക്ട് ചെയ്യുക. നമ്മുടെ ഡിവിഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫെച്ച് ഓൾ ഡിവിഷൻ എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ച് ഡിവിഷൻ കൊണ്ടുവരാൻ പറ്റും. ഡേറ്റ് ഓഫ് ക്ലാസ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ഈ ടോപ്പിക് ഈ ചാപ്റ്ററിൽ ഏത് ഓർഡറിലാണ് വരുന്നത് അതിന്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഈ ലെസൺ പ്ലാന്റെ ഓർഡർ കൊടുക്കാവുന്നതാണ്. പ്രയോറിറ്റി 1 കൊടുക്കാം. അതിനുശേഷം മൈക്രോ പ്ലാൻ നെയിം, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ഹെഡിങ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇത് കൊടുത്തതിന് ശേഷം ആക്ടിവിറ്റി സ്റ്റെപ്പ് കൊടുക്കുക. നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ റിസോഴ്സ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി ഇവിടെ കോപ്പി ചെയ്യാവുന്നതാണ്. റൈറ്റ് സൈഡിൽ ഏറ്റവും താഴ്ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക. മുകൾ ഭാഗത്ത് ആക്ടിവിറ്റീസ് എന്ന് കാണാം, അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഐ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യുക. ആവശ്യമുള്ള അത്രയും ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം താഴെ ബോട്ടം റൈറ്റ് കോർണറിൽ കൊടുത്തിരിക്കുന്ന കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലോസ് ചെയ്തതിനു ശേഷം ആക്ടിവിറ്റി സ്റ്റെപ്പ് എന്ന ഭാഗത്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പേസ്റ്റ് ചെയ്തതിനു ശേഷം ഇതിന്റെ സൈസ് കൂട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ ചേഞ്ച് സൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് വിഡ്ത്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. കൂടുതൽ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തണമെങ്കിൽ താഴെ എൻ്റർ കൊടുത്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇമേജസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻഷോട്ടുകൾ നമുക്ക് കൊടുക്കാം. ഡെസ്ക്ടോപ്പിലുള്ള മറ്റ് ഇമേജുകളും ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ടേബിൾ കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം റിസോഴ്സസ് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന റിസോഴ്സുകൾ ഇവിടെ സെലക്ട് ചെയ്യാം. ചാർട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചാർട്ട് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ്, ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റിസോഴ്സ് ടാബിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനു മുൻപേ ഈ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ വ്യൂ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്ത് കണ്ടതിന് ശേഷം വീഡിയോ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ റിസോഴ്സ് ഭാഗത്ത് ഫയൽ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയും ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഐഡിയാസ്, അണ്ടർസ്റ്റാൻഡിങ്, വാല്യൂസ് എന്നിവയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് സോൾവിംഗ് സ്കില്ല് നമുക്ക് കൊടുക്കാവുന്നതാണ്. കൂടുതൽ വാല്യൂസ്, ഐഡിയാസ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അസസ്മെന്റ് ഭാഗത്ത് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അസസ്മെന്റ് ആഡ് ചെയ്യാവുന്നതാണ്. റൈറ്റ് സൈഡിൽ ആവശ്യമുള്ള അസസ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ അസസ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് വ്യൂ ചെയ്തിട്ട് കോപ്പി ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുക്കുക. ആക്ടിവിറ്റി, ആവശ്യമുള്ള അത്രയും ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക.
സെലക്ട് ചെയ്തതിനു ശേഷം കോപ്പി ചെയ്ത് ക്ലോസ് ചെയ്തതിനു ശേഷം അസസ്മെന്റ് ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ്. അതിനുശേഷം കൂടുതൽ അസസ്മെന്റ് കൊടുക്കണമെങ്കിൽ ടൈപ്പ് ചെയ്തു വീഡിയോ ഫയലുകളും ചേർക്കാവുന്നതാണ്. റെഫറൻസ് URL ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. റെഫറൻസ് URL എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യാവുന്നതാണ്. റൈറ്റ് സൈഡിൽ എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, ക്ലോസ് ചെയ്തതിനു ശേഷം എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസിൽ പേസ്റ്റ് ചെയ്യുക. ഇത്രയും ചെയ്തതിനു ശേഷം ഈ ടീച്ചിങ് പ്ലാൻ സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്തതിനു ശേഷം ഈ പ്ലാൻ സബ്മിഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്.